ഞാൻ പറയുമായിരുന്നു മറുനാട്ടിൽ വന്നാലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇനി ബോംബെ വരെ വന്നത്. അതൊക്കെ ഒരു കഥ. ഹലോ, ഞാൻ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ആ പിന്നെ ഈ കോള് കട്ടായി കഴിഞ്ഞാൽ എന്നെ വിളിച്ചാ കിട്ടത്തില്ല. ഞാനേ ഈ സിം എടുത്തങ്ങ് വിഴുങ്ങാൻ പോവാ. ശരി ശരി, ഒരു ചായ. സാറിനൊരു ചായ. ഇത്തിരി പെട്ടെന്ന് വേണേ, തിരക്കുണ്ട്. അയ്യോ അച്ഛൻ, എന്റെ അച്ഛല്ല അമ്മായി അച്ഛൻ, ഞാൻ ഇങ്ങനെ എന്തിനു പറയുന്നെല്ലാം പൊളിയോ എന്റെ ദൈവം. ഇതുവരെ ചായ റെഡി ആയില്ലേ? അയ്യോ, ഐഡിയ ഐഡിയ ഐഡിയ. ചായ പിടിക്കട്ടെ. ചായ. താന്നിനാടോ മുഖം മറച്ചിരിക്കുന്നേ? ഞാൻ എന്നെ പെണ്ണ് കാണാൻ വന്നൊന്നും അല്ലല്ലോ. ചായ കുടിച്ചിട്ട് പോവാൻ നോക്ക്, ഇവിടെ ഗുണ്ടയുണ്ട്. ആ എങ്കിൽ ഒരുപാട് മൊരിയാത്ത നോക്കി ഒരെണ്ണ ഇങ്ങ എടുക്ക്. എന്താന്ന്? പോണ്ട. എടോ പോണ്ടല്ലെന്ന് ദാദയുണ്ട്. പിന്നെ ഈ സ്ഥലം അത്ര ശരിയല്ല. അതിനാ സ്ഥലം വാങ്ങാൻ വന്നല്ല. കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഹാജി മത്താൻ വരും. പുള്ളി വന്നു കഴിഞ്ഞാ പിന്നെ ചോര പുഴ ഒഴുകും. എന്റെ ദൈവമേ, നാട്ടിൽ നിന്ന് ഇത്തിരി രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് വന്ന. അപ്പൊ ഇവിടെയും കുറെ ഗുണ്ടയുണ്ടേക്ക്. ഞാൻ പോണേ. ഭാഗ്യം. ആ വിചാരിച്ചിന്നെല്ലാം പൊളി വന്നു. ആ വന്നിട്ട് പോയത് ആരെന്നറിയാമോ? എന്റെ ഒരേ ഒരു അമ്മായിയപ്പൻ തന്റെ മോളെ ഒന്നെങ്കിൽ ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. എന്റെ ഭാഗ്യത്തിന് അങ്ങേരി പോയി. അതെ, ചായക്ക് എത്ര രൂപയായി? 10 രൂപ ചേട്ടാ. യു സുരേഷ് കൃഷ്ണ, എന്റെ മരുമകൻ. നീയല്ലേടാ നാട്ടിൽ പറഞ്ഞ നിനക്ക് ബോംബെയിലെ രത്നചന്ദ്രന്റെ ബിസിനസ് ആണെന്ന്? ഈ കിടക്കണ തീക്കട്ടയാണോടാ നിന്റെ രത്നചന്ദ്രൻ? എന്റെ മോളെ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് അവ ഈ ചായക്കടയിൽ ചായടിയാണോടാ നിന്റെ ബിസിനസ്? അതെന്താ ബിസിനസ് അല്ലേ? എന്റെ മോള് ഞാൻ രാവെന്നോ പകലെന്നോ അറിയിപ്പിക്കാതെ പഠിപ്പിച്ചതാ. എന്റെ മോള് ഓട്ടത്തില് ചാട്ടത്തിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു. അത് ശരിയാകട്ടോ. ചാടാൻ അറിയാവുന്നതുകൊണ്ടാണ് എന്റെ കൂടെ ചാടി വന്നത്. അവളെയല്ലേ നീ ഇവിടെ കൊണ്ടിട്ട് നരകിപ്പിക്കുന്നത്? ഒരുമാതിരി വർത്താനം പറയരുത്. ഞാൻ ഇവിടത്തെ പുകയും ചൂടൊക്കെ കൊള്ളുമെങ്കിലും എന്റെ ഭാര്യ ഞാനത് കൊള്ളിച്ചിട്ടില്ല. എനിക്ക് കാശൊരു വിഷയമേ അല്ല അവൾക്ക് വേണ്ടി ചെലവാക്കാൻ കേട്ടോ. ഞാനിപ്പോ അവക്കൊരു വലിയ പീനട്ട് കമ്പനി ഇട്ടുകൊടുത്തേക്കുവാ. അവളിപ്പോ MD-യാ. ചേച്ചി കപ്പലിന്റെ വേണോ? 10 രൂപ എടുക്കട്ടെ? എങ്ങനെ വാങ്ങിക്കാൻ? വായിക്കാതെ മുറുകാൻ വെച്ചോണ്ടിരിക്കും. എല്ലാം തുലച്ച്. ചേട്ടാ കപ്പലിന്റെ വേണോ? ചൂടുള്ളാണെങ്കിൽ ഒരു 10 രൂപ എടുത്തോ. ചേട്ടാ. മകളെ പാതിമലരേ, നീ മനസ്സിലെന്നെ അറിയുന്നു. കനവും പോയ ദിനം. മോളെ പാർവതി, അച്ഛാ നീ എന്താടി ഈ കോലത്തില്? എനിക്കിവിടെ കപ്പലിന്റെ കച്ചവടം അച്ഛാ. നീയല്ലേടാ പറഞ്ഞ ഏതോ വലിയ പീനട്ട് കമ്പനിയിലെ MD ആണെന്ന്? അതെ, ഞാൻ പറഞ്ഞാൽ എന്താ കുറ്റം? പീനട്സ് എന്ന് വെച്ചാൽ എന്തോന്നാ? കപ്പലണ്ടി. അതല്ലോ. അവളിപ്പോ എന്തുവാ ഇരിക്കുന്നത്? കപ്പലണ്ടി. അപ്പൊ പിന്നെ അവള് കപ്പലണ്ടിയുടെ ഓണർ അല്ലേ? അവള് പീനട്സ് കമ്പനിയുടെ ഓണർ അല്ലേ അവള്? നീയല്ലേ പറഞ്ഞ ഇവക്ക് വേണ്ടി പീനട്സ് കമ്പനി ഉണ്ടെങ്കിൽ എത്ര ലക്ഷം നീ ചെലവാക്കിയെന്ന്? പിന്നെ അല്ലയോ, 3 കൂട്ട മണലിലും ഒരു ചീനച്ചട്ടിക്ക് എത്ര രൂപയാണെന്നാ വിചാരം? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുവോ? അത് ഞാൻ എന്തോ കഷ്ടപ്പെട്ട് അത്